ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ സത്യം പറഞ്ഞ ഓൺ വോയിസിലുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നല്ല ടെൻഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത്. ഇന്ന് നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള ഒരു സിമ്പിൾ ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. എങ്ങനെ നഴ്സിംഗ് ഈസി ആയിട്ട് പാസ്സാവാം എന്ന് വെച്ചാൽ, ഫസ്റ്റ് സെമ്മ് ഈ സെമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പിള്ളേർക്കുള്ള ഡൗട്ടാണ്, എങ്ങനെയാണ് സെമ്മ് പഠിക്കേണ്ടത്, സിലബസ് ഒക്കെ മാറിയില്ലേ, അതൊക്കെ നമ്മൾ എങ്ങനെ പാസ്സാവും, ഇങ്ങനെ കുറേ ഡൗട്ടുള്ള കുറേ പിള്ളേരുണ്ട്. എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ DM വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോണത് എങ്ങനെ പഠിക്കണം എന്നല്ല, പഠിക്കുന്ന ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, സിലബസ് നോക്കി പഠിക്കണോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ പറയാൻ പോണേ. ഫസ്റ്റ് നമ്മൾ പേപ്പർ എങ്ങനെ എഴുതണം അതിനെ പറ്റി കേട്ടോ പറയാൻ പോണേ. കാരണം സെമ്മുകാർക്ക് മെയിനായിട്ടും അറിയേണ്ട ഒരു കാര്യം പേപ്പർ ഫില്ല്. പല ടീച്ചേഴ്സും പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ടാവും, പേപ്പർ ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ എന്നൊരു വേർഡ് നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ പേപ്പർ ഫില്ല് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിംഗിൽ. ആദ്യം നമ്മൾ കണ്ടപാടെ നമുക്ക് തോന്നണം ഈ കുട്ടിക്ക് എന്തോ അറിയാം, അങ്ങനെ തോന്നുന്ന രീതിയിൽ വേണം കേട്ടോ. നൈസ്, അങ്ങനെ തോന്നുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളാണെങ്കിൽ ഒരു എക്സാം എഴുതാനായിട്ട്. കാരണം ഇപ്പം നമ്മുടെ പേപ്പർ കാണുമ്പോൾ ആ കറക്ഷൻ ചെയ്യുന്ന ആൾക്ക് തോന്നണം ഈ കുട്ടിക്ക് എന്തോ അറിയാം, ഈ കുട്ടി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിപ്പിക്കണം. അതാണ് നമ്മുടെ കഴിവ്. അപ്പോൾ ആ കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസിനെ പറ്റിയും നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ വേണം ആദ്യം അറ്റൻഡ് ചെയ്യാൻ. അതിപ്പോൾ ഏത് 10ൻ്റെ ആയിക്കോട്ടെ, 5ൻ്റെ ആയിക്കോട്ടെ, 2ൻ്റെ ആയിക്കോട്ടെ, 1ൻ്റെ ആയിക്കോട്ടെ, അതൊന്നുമല്ല. നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം അത് അറ്റൻഡ് ചെയ്ത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യം പോയിട്ട് 10 മാർക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എനിക്ക് 10 മാർക്ക് ഒരു തുള്ളി പോലും അറിയത്തില്ല. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അതാണ്. നമുക്ക് അറിയാത്ത സാധനം ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇവാലുവേറ്റർ ആദ്യം വായിച്ച് നോക്കിയിരിക്കും, ആദ്യം അവസാനം ചിലപ്പോഴേ നോക്കുള്ളായിരിക്കും. പക്ഷേ നമ്മുടെ തുടക്കം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ബേസിസിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള പേപ്പർ അവർ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ നല്ല ഭംഗിക്ക് എഴുതി വെക്കുക. ഇപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനും അറിയത്തില്ലെങ്കിൽ അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും അറിയത്തില്ല, പക്ഷെ 10 മാർക്കിൻ്റെ എനിക്ക് എന്തൊക്കെയോ 2-3 പോയിന്റൊക്കെ അറിയാം. ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ വേണം എന്നില്ല, ഡെഫിനേഷനിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു എക്സാം എഴുതി തുടങ്ങുന്നത്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഡെഫിനിഷനും അറിയത്തില്ല. ശരി, ആയിക്കോട്ടെ, പ്രോബ്ലം ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും, ഇപ്പോൾ ഹേർട്ടിനെ പറ്റിയാണ് ഒരു ചോദ്യം, ഒരു കോമൺ ആയിട്ടൊരു ചോദ്യം ഞാൻ പറഞ്ഞതാണ്. ഹേർട്ടാണ് മെയിനായിട്ട് അനാട്ടമിയിൽ ചോദിക്കാനും പറ്റിയൊരു ചോദ്യം. മെയിനായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹേർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ടിനെ പറ്റി ഡെഫിനേഷൻ അറിയത്തില്ല, ഓക്കെ, സമ്മതിച്ചു. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷനേ ആവണ്ട. നിങ്ങൾക്ക് ഹേർട്ട് എന്താണെന്ന് അറിയാമല്ലോ, നിങ്ങൾ ഡെഫിനേഷനിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഹേർട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങളുടെ നോളജ് എന്താണ്, അത് വെച്ച് നിങ്ങളൊരു ഡെഫിനേഷൻ ഉണ്ടാക്കുക. അതിന് നിങ്ങളൊരു ഓതറിനെ കൊടുക്കുക, അക്കോർഡിംഗ് ടു ഇന്നത് കൊടുക്കുക, ഒന്നും വേണ്ട. അത് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് അത് ചെയ്യാൻ നിൽക്കരുത്. ഒരു ഡെഫിനേഷൻ ഒരു ഹെഡിങ് കൊടുക്കുക, ആ ഹെഡിങ്ങിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഹേർട്ടിൽ കാണുമല്ലോ, ഉറപ്പായിട്ടും കാണാതിരിക്കില്ല. നമ്മൾ ക്ലാസ്സിൽ പോകുന്ന എവിടെന്നെങ്കിലും ടീച്ചർ പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാവുന്ന ആ ഒരു പോയിന്റിനെ നിങ്ങൾ അതേ കണക്ക് എഴുതിയിട്ട് വേണമെങ്കിൽ ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അപ്പോൾ പെട്ടെന്ന് ആ സാറിൻ്റെ കണ്ണിലേക്ക് വിടാം. നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ വെച്ചാൽ ആ വരിയായിരിക്കും. അത് കാണുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയോ അറിയാം. ആ സാറിന് അറിയാം അത് ഡെഫിനിഷൻ തെറ്റാണെന്ന്, പക്ഷെ എന്നാലും നിങ്ങളത് അത്ര ഭംഗിയിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ. നമ്മൾ മെയിനായിട്ടും അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് അതിൻ്റെ കാര്യം. നമുക്ക് ആൻസർ അറിയോ ഇല്ലയോ ഒന്നുമല്ല, നിങ്ങളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ്. അതുകൊണ്ട് മെയിനായിട്ടും പ്രസൻറ്റേഷൻ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് ചോദിക്കുന്നവരോടാണ് അതിനു മുമ്പേ നമുക്ക് മറ്റേത് പറഞ്ഞു തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി, അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയിൽ എന്തോ ആയിക്കോട്ടെ. 10 മാർക്കിൻ്റെ ആണെങ്കിൽ എന്തായാലും 5 പേപ്പർ എഴുതിയേ പറ്റത്തുള്ളൂ. മാക്സിമം പേപ്പർ എഴുതി കൂട്ടാൻ ശ്രദ്ധിക്കണം എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നറിയോ, ഇപ്പം നമുക്കാണെങ്കിൽ ഒന്നിനെ പറ്റി അറിവില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്കാണെങ്കിൽ ഒരുപാട് പേപ്പർ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് നോക്കാൻ മടിയായിട്ട് എല്ലാ പേപ്പറിലും, നമുക്കൊന്നും അറിയാത്തവരാണെങ്കിൽ എല്ലാ പേപ്പറിലും ഇവർ ഓരോ മാർക്കോ 1/2 മാർക്കോ ഇട്ട് പോകും.
ആ 1/2 മാർക്കോ 1 മാർക്കോ മതിയാവും ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട്. അങ്ങനെ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ മാക്സിമം പേപ്പർ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതൊരു മെയിൻ ഘടകമാണ്. ഇതെങ്ങനെ എഴുതണം പ്രസൻറ്റ് ചെയ്യണം എന്നറിയാത്തവരാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് ഡെഫിനേഷൻ, അതിന് ശേഷം ടൈപ്സ്, അത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് എന്തായാലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് എഴുതുക. അതിനകത്ത് കറക്റ്റാണോ തെറ്റാണോ, ചിലപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയ പോയിന്റ്, ഇനി നിങ്ങളാണെങ്കിൽ ഒരു പോയിന്റ് എഴുതുവാണെങ്കിൽ അതിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എന്തെങ്കിലും ആരോ മാർക്കോ എന്തെങ്കിലും ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട്, ആരോ മാർക്കോ എന്തെങ്കിലും ഡോട്ടോ ഇട്ട് അതിനെ നിങ്ങൾ മാക്സിമം അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ആകർഷിപ്പിക്കാൻ. നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാവുന്നൊരു അത്രയും മതി. സത്യം പറഞ്ഞാൽ നഴ്സിംഗിൽ നിങ്ങൾക്ക് പാസ്സാവണം എന്നുണ്ട്. പാസ്സായാൽ മാത്രം മതി. ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്നവർ ഈ വീഡിയോ കാണേ വേണ്ട, സ്കിപ്പ് ചെയ്ത് പൊക്കോ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. അവരുടെ മുന്നിലേക്ക് നിങ്ങൾ എത്തിക്കണം. എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയാം എന്നൊരു ചിന്ത നിങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സായിരിക്കും. ഇതിന് ഞാൻ 100% ഗ്യാരണ്ടി. നഴ്സിംഗ് എന്താണെന്നേ അറിയത്തില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളാണെങ്കിൽ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസമെങ്കിലും നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെക്കുക. നിങ്ങൾ എന്താണോ ഒരു ബുക്കിൽ കാണുന്നത് ചുമ്മാ വായിച്ചു വെക്കുക, വായിച്ച് വിടുക. അതിൽ ഒരു പോയിന്റെങ്കിലും നിങ്ങളുടെ തലയിൽ കാണും. ഇപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിന് ചോദിച്ചെങ്കിൽ, ഇപ്പം ബോണിനെ പറ്റി ചോദിച്ചേക്കുന്നേ ആയിരിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് അപ്ലൈ ചെയ്തോ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വെച്ച് അവർ കുറച്ചെങ്കിലും ഒരു 2 മാർക്കോ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒന്നും അറിയാത്തവർ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും വിടാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിക്കണം. ഫസ്റ്റ് ഒന്നും അറിയാത്തവരുടെ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയാൻ പോണേ. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇടുക, ആരോ മാർക്ക് ഇടുക, ക്ലൗഡ് വരയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് എവിടൊക്കെ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആൻസർ പേപ്പറിലാണ്. പക്ഷേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും അതിന് പോയിന്റ് ഇട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എഴുതുന്ന പോയിന്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ പോലും അതിനെ കുറച്ച് എലാബറേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് എന്ന് മാത്രമേ നിനക്കറിയത്തുള്ളൂ, പേര് പോലും അറിയത്തില്ല എന്നായിക്കോട്ടെ. എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നടുത്തുനിന്ന് വന്ന ഇന്ന ആളുടെ പേര് എന്ന് എഴുതാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നഴ്സിംഗിലും മെയിനായിട്ടൊരു കാര്യമാണ് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്യുക എന്നുള്ളത്. മെയിനായിട്ടും സത്യമായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവും. സിലബസിലേക്ക് വരുവാണെങ്കിൽ സിലബസ് നമ്മൾ കുത്തിയിരുന്ന് കാണാൻ പഠിക്കണ്ട. ഇപ്പോൾ ഒരു ഹേർട്ട് തന്നെ ആയിക്കോട്ടെ, ഒരു പോയിന്റ് നമ്മൾ എടുത്തു, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ നമ്മൾ ഫസ്റ്റ് വായിച്ച് വിട്ടിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രം നമ്മുടെ തലയിലേക്ക് എടുക്കുക. നഴ്സിംഗിൽ ഒരിക്കലും ആ ടെക്സ്റ്റ് വിഴുങ്ങാൻ നിൽക്കരുത്. ചിലപ്പോൾ അവർ പക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, ഇന്നതേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു സാധനവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണമെന്നില്ല. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടികളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ. ഞാനും വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല, എങ്ങനെ എഴുതണം, ഏതെഴുതണം, എന്തെഴുതണം ഒന്നും അറിയത്തില്ല. ടീച്ചേഴ്സ് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു, അത് എനിക്ക് കിട്ടി. പക്ഷേ നമ്മളായിട്ടൊരു ആ പേപ്പർ ആദ്യം എഴുതുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് മനസ്സിലാവും, ഒരു പേപ്പർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, സമയം എങ്ങനെ എടുക്കണം. പിന്നെ സമയം മെയിനായിട്ടും എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാച്ച്. നിങ്ങൾ തീരുമാനിക്കണം ഏത് ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് എടുക്കണം എന്ന്. ആ മിനിറ്റിനപ്പുറത്തേക്ക് നിങ്ങൾ തീരുമാനിച്ചു വെച്ച മിനിറ്റിനപ്പുറത്തേക്ക് അത് കുറച്ച് നേരത്തെ തീരുമാനിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം 3 മണിക്കൂറാണ് എക്സാം ഉള്ളതെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണ്. മാക്സിമം ആ ഒരു ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്യണം. നമ്മൾ തെറ്റുത്തരാണ് ആദ്യം എഴുതുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ പോലും നമ്മുടെ ആൻസർ കാണാൻ അവർ തയ്യാറാവത്തില്ല. അതിനെപ്പറ്റി എന്താ നോക്കാൻ തയ്യാറാവത്തില്ല. ചുമ്മാ പേപ്പർ മറിച്ച് ചുമ്മാ അവർക്ക് തോന്നിയ മാർക്ക് ഇട്ടിട്ട് പോകും. അതിലും നല്ലത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റും, ഇതെന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യനെ ആദ്യം നിങ്ങൾ എഴുതുക. അത് 1 മാർക്ക് ആയിക്കോട്ടെ, 2 മാർക്ക് 10 മാർക്ക് ആയിക്കോട്ടെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം ആദ്യം എഴുതി. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഇംപ്രഷനാണ് നിങ്ങളുടെ മാർക്കിനുള്ള കാരണം. അല്ലാതെ നിങ്ങൾ ബുദ്ധിസ്റ്റ് ആണെന്നോ നിങ്ങൾ റാങ്ക് ഹോൾഡർ ആണെന്നോ ഇതൊന്നും അല്ല. നിങ്ങൾ ആരാന്ന് പോലും അറിയാത്തവരാണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് വീഴുന്നത്. പഠിച്ചില്ലേലും, പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കണം. എന്തെങ്കിലും വായിച്ച് വെച്ചിട്ട് പോകണം, ഒന്നും പഠിക്കാതെ പോകണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിന് എൻകറേജ് ചെയ്യാനല്ല. അതല്ല, ഈ അവസാന നിമിഷത്തിൽ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണേലും എഴുതിക്കും. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ മറന്നുപോയി കേട്ടോ. സത്യം പറയാൻ എന്തോ പറയാൻ വന്നതാണ്, പക്ഷെ അത് മറന്നുപോയി. ഇറ്റ്സ് ഓക്കേ, ലിവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക്
ഇഷ്ടമുള്ള എന്ത് വേണേലും എഴുതിക്കോ, പക്ഷേ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ എക്സാം ഹാളിൽ പോയി ആലോചിക്കരുത്. അത് നിങ്ങൾ റൂമിൽ ഇരുന്ന് ആലോചിച്ച് കൃത്യമായിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞാൻ ഇന്ന പോലെ ആയിരിക്കണം ആൻസർ എഴുതേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം എക്സാം ഹാളിൽ പോകാനായിട്ട്. അപ്പോൾ എക്സാമിന് പോണ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. നഴ്സിംഗ് പരമായിട്ടുള്ള എല്ലാ ഡൗട്ട്സിനും ഒരു അടിപൊളി ആൻസർ ആയിട്ടും നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ടാറ്റാ.